ദേവസന്നിധിയുടെ സഹയാത്രികർക്ക് സ്വാഗതം. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിയ യുഗപുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ വിപ്ലവം സൃഷ്ടിച്ച മഹാത്മാവിനെക്കുറിച്ചും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന വർക്കല ശിവഗിരിയിലെ അദ്ദേഹത്തിൻ്റെ മഹാസമാധി മണ്ഡപത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ പവിത്രമായ സന്നിധിയിലേക്ക് ഓരോ പടവുകളും കയറുമ്പോൾ നമ്മുടെ ഉള്ളിലെ അഹന്തയും അജ്ഞതയും ഒഴിഞ്ഞു മാറുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഒരു വലിയ പ്രാർത്ഥനാലയത്തിനപ്പുറം മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കാൻ സാധിക്കുന്ന പ്രശാന്തതയുടെ ഒരു മഹാസമുദ്രമാണിത്. ശിവഗിരിയിലെ മഹാസമാധി മണ്ഡപം പോലെ തന്നെ ആത്മീയമായും ചരിത്രപരമായും ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു പുണ്യസങ്കേതമാണ് ശാരദാ മഠം. 1912 ഏപ്രിൽ മാസത്തിൽ, അതായത് മേടമാസത്തിലെ ഭരണി നക്ഷത്രത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ സരസ്വതി ക്ഷേത്രം ജനങ്ങൾക്കായി സമർപ്പിച്ചത്. മറ്റ് പരമ്പരാഗത ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് ഗുരുദേവൻ ശാരദാ മഠത്തിലൂടെ മുന്നോട്ട് വെച്ചത്. ഇവിടെ ഭയാനകമായ രൂപങ്ങളുള്ള വിഗ്രഹങ്ങളോ മൃഗബലിയോ ആഡംബരങ്ങളോ ഇല്ല. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവിയായ ശാരദാദേവിയുടെ അതിമനോഹരമായ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശാരദാ മഠത്തിന് പിന്നിൽ ഗുരുദേവന് വലിയൊരു ദർശനമുണ്ടായിരുന്നു. ജനങ്ങൾക്കിടയിൽ വിദ്യയും അറിവും പകരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ കേവലം ഒരു പൂജാ സ്ഥലം എന്നതിലുപരി ഇതൊരു വിജ്ഞാന കേന്ദ്രമായി മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അഷ്ടകോൺ ആകൃതിയിലാണ് ഈ മഠം നിർമ്മിച്ചിരിക്കുന്നത്. ജനലുകളിലൂടെ വെളിച്ചവും വായുവും ധാരാളമായി കടന്നുവരുന്ന രീതിയിലുള്ള ഈ നിർമ്മാണ ശൈലി അക്കാലത്ത് തികച്ചും പുതുമയുള്ളതായിരുന്നു. ജ്ഞാനത്തിൻ്റെ പ്രകാശം എല്ലാവരിലേക്കും എത്തണമെന്ന ഗുരുവിൻ്റെ ചിന്തയുടെ പ്രതീകം കൂടിയാണ് ഈ ക്ഷേത്രം. ഇനി നമ്മൾ ശിവഗിരി കുന്നിൻ്റെ ഏറ്റവും മുകളിലുള്ള ആത്മീയതയുടെ പരകോടിയായ മഹാസമാധി മണ്ഡപത്തിലേക്ക് പടവുകൾ കയറുകയാണ്. വെളുത്ത മാർബിളിൽ തീർത്ത ഗുരുദേവന്റെ ജീവൻ തുടിക്കുന്ന വിഗ്രഹം കാണുമ്പോൾ ഏതൊരു ഭക്തന്റെയും കണ്ണു നിറയും, മനസ്സ് ശാന്തമാകും. ജാതി മതഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും, പ്രത്യേകിച്ച് ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയുള്ള ശിവഗിരി തീർത്ഥാടന കാലത്ത് ഈ സമാധി മണ്ഡപത്തിൽ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനുമായി ഒഴുകിയെത്തുന്നത്. ശുദ്ധമായ വായുവും പ്രകൃതി ഭംഗിയും അതിലുപരി ഗുരുദേവന്റെ ചൈതന്യവും നിറഞ്ഞ ഈ സമാധി മണ്ഡപം ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ശിവഗിരിയിലെ മനോഹരമായ ഈ സമാധി മന്ദിരം സ്വന്തം ചെലവിൽ പൂർണ്ണമായും പണി കഴിപ്പിച്ച് നൽകിയത് ശ്രീ MP മൂത്തേടത്താണ്. ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധിക്ക് ശേഷം മന്ദിരത്തിന്റെ നിർമ്മാണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ദീർഘകാലം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. ഗുരുവിൻ്റെ പരമഭക്തനായ മൂത്തേടത്ത് ഇതിൻ്റെ അടിത്തറ സ്വന്തം ചെലവിൽ നിർമ്മിക്കാമെന്നേറ്റു. പണി പുരോഗമിക്കും തോറും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാവുകയും ഒടുവിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മണ്ഡപം പൂർണ്ണമായും അദ്ദേഹം തന്നെ പണി കഴിപ്പിക്കുകയും ചെയ്തു. സമാധി മണ്ഡപത്തിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗുരുദേവന്റെ മനോഹരമായ വെളുത്ത മാർബിൾ വിഗ്രഹം കാശിയിലെ ശില്പിയായ
പശുപതിനാഥ മുഖർജിയെ കൊണ്ട് കൊത്തിച്ച് സ്വന്തം ചെലവിൽ അവിടെ പ്രതിഷ്ഠിച്ചതും മൂത്തേടത്താണ്. അദ്ദേഹത്തിന്റെ നിസ്തുലമായ ഈ സംഭാവനയെയും ഗുരുഭക്തിയെയും മാനിച്ചുകൊണ്ട് ശിവഗിരി മഠം അദ്ദേഹത്തിനെ ശ്രീനാരായണ ഭക്തോത്തംസം എന്ന ആദരസൂചകമായ പദവി നൽകി ആദരിച്ചു. മഹാസമാധി മന്ദിരം പണിതു കഴിഞ്ഞപ്പോൾ മൂത്തേടത്തിന്റെ പേര് ഗുരുസന്നിധിയിൽ പരസ്യപ്പെടുത്തുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഗുരുദേവന്റെ അനുഗ്രഹത്തിനു മുന്നിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്ന ശിവഗിരി മഹാസമാധി മന്ദിരം ശ്രീ MB മൂത്തേടത്തെന്ന മഹാഭക്തന്റെ ഗുരുവിനോടുള്ള സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. മാനവ വിദ്വേഷമില്ലാത്ത സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവയാണ് ഈ സമാധി പീഠം. ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യനും തിരിച്ചറിയുന്നത് ഒരേ ഒരു സത്യം മാത്രമാണ്: നമ്മളെല്ലാം ഒന്നാണ്. ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എപ്പോഴെങ്കിലും മനസ്സ് മടുക്കുമ്പോൾ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ പകച്ചു നിൽക്കുമ്പോൾ, നിങ്ങൾ ഈ ശിവഗിരി കുന്നിൻ മുകളിലേക്ക് ഒന്ന് വരിക. ഈ മഹാസമാധി മണ്ഡപത്തിൻ്റെ തണലിൽ അല്പനേരം കണ്ണുകൾ അടച്ചിരിക്കുക. നിങ്ങളുടെ കാതുകളിൽ ഗുരുദേവന്റെ ആ വചനങ്ങൾ വന്നലയ്ക്കും: അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരേണം. ശിവഗിരിയിലെത്തുന്ന ഒരാൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ചരിത്രമുറങ്ങുന്ന മറ്റൊരു പവിത്രമായ സ്ഥലമാണ് വൈദിക മഠം. ശിവഗിരി കുന്നിൻ മുകളിലെ മറ്റ് ആധുനിക നിർമ്മിതികളിൽ നിന്നും മാറി പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പഴയ കേരളീയ ശൈലിയിലുള്ള കെട്ടിടമാണിത്. ഗുരുദേവൻ ശിവഗിരിയിൽ താമസമാക്കിയപ്പോൾ അദ്ദേഹത്തിന് വിശ്രമിക്കാനും ഭക്തരെ കാണാനുമായി നിർമ്മിച്ചതാണ് ഈ മഠം. ഇവിടെ ഇരുന്നാണ് ഗുരുദേവൻ തൻ്റെ പ്രധാനപ്പെട്ട പല ദർശനങ്ങളും ഉപദേശങ്ങളും ജനങ്ങൾക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ ഗുരുദേവന്റെ ആത്മീയ ചൈതന്യം ഏറ്റവും കൂടുതൽ തുടിക്കുന്ന ഇടമായി വൈദിക മഠം കണക്കാക്കപ്പെടുന്നു. വൈദിക മഠത്തിന് ചരിത്രപരമായി വലിയൊരു പ്രാധാന്യം കൂടിയുണ്ട്. ലോക പ്രശസ്തരായ പല പ്രമുഖരും ഗുരുദേവനെ കാണാൻ വൈദിക മഠത്തിൽ എത്തിയിട്ടുണ്ട്. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്നിവർ ഗുരുദേവനെ സന്ദർശിച്ചതും സംഭാഷണം നടത്തിയതും ഇവിടെ വെച്ചാണ്. ഗാന്ധിജി ശിവഗിരിയിലെത്തിയപ്പോൾ താമസിച്ചതും ഈ മഠത്തിലാണെന്നത് ഇതിന്റെ പ്രാധാന്യം ഇരട്ടിയാക്കുന്നു. രോഗശയ്യയിലായിരിക്കുമ്പോൾ പോലും തന്നെ കാണാനെത്തിയ സാധാരണക്കാരായ ഭക്തർക്ക് ആശ്വാസമേകാനും അനുഗ്രഹിക്കാനും ഗുരുദേവൻ സമയം കണ്ടെത്തിയത് ഈ മഠത്തിന്റെ വരാന്തയിൽ വച്ചായിരുന്നു. ഇന്ന് ഈ വൈദിക മഠം അതീവ പവിത്രതയോടെ ഒരു സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നു. ഗുരുദേവൻ അവസാനമായി കിടന്ന കട്ടിൽ, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കസേര തുടങ്ങി അദ്ദേഹത്തിന്റെ വ്യക്തിഗത സാധനങ്ങൾ ഇന്നും ഇവിടെ ഭക്തർക്കായി ദർശനത്തിന് വെച്ചിട്ടുണ്ട്. ശിവഗിരിയിൽ പോയിട്ടുള്ളവർക്കറിയാം, വൈദിക മഠത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അനുഭവപ്പെടുന്ന ആ ഒരു സമാധാനവും പോസിറ്റീവ് എനർജിയും വാക്കുകൾക്കപ്പുറമാണ്. ഗുരുദേവൻ ഇന്നും അവിടെയുണ്ട് എന്നൊരു തോന്നൽ ഓരോ ഭക്തനിലും അതുണർത്തും. ഞങ്ങൾ ശിവഗിരിയിൽ ദർശനത്തിനെത്തിയ ജൂൺ 27-ാം തീയതി ഒരു വിശിഷ്ടാതിഥി ശിവഗിരി മഠം സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാന പാർലമെന്റിന്റെ ചീഫ് വിപ്പ് ലീ ടെർലാമിസിന് ശിവഗിരി മഠത്തിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ ഞങ്ങൾക്കും പങ്കെടുക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ സർവമത സമ്മേളനം സംഘടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് ചീഫ് വിപ്പായ ലീ ടെർലാമിസും ഭാര്യ ചാവോ ലീ ടെർലാമിസുമായിരുന്നു.
ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം പ്രത്യാശയുടെ വെളിച്ചം മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയിലേക്കുള്ള പ്രായോഗിക മാർഗരേഖയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എനിക്ക് വലിയ ബഹുമതിയാണ്. ശിവഗിരി സന്ദർശനം ഒരു ഔപചാരിക സന്ദർശനം മാത്രമല്ല, ആത്മീയതയുടെയും മാനവികതയുടെയും ഈ മഹാസന്നിധിയിലേക്കുള്ള നമ്മുടെ ദൃശ്യയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. നന്ദി.